ഇവിടെ ഇരുന്നുകൊണ്ട് പണ്ടത്തെ ഒരു ഫറൂഖ് ഉണ്ടല്ലോ, ആ ആളോട് എന്താ പറയാനുള്ളത്? അന്നത്തെ ഫാറൂഖിനോട് പറയാന്ന് കഴിഞ്ഞാല് നമ്മള് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എവിടെയെങ്കിലൊക്കെ എത്താം. പണ്ട് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് ചിലപ്പോ ഇമ്മാന്റെ പണ്ടൊക്കെ പണയം വെക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കാൻ പോവാന്ന് വെച്ചെങ്കിൽ നമ്മൾ കറക്റ്റ് ഇന്ന സാധനം വാങ്ങുള്ളൂ. നമുക്ക് ഒരു ചെറിയൊരു ഭാഗം തുറന്നു തരും. അത് നമ്മൾ ആ സമയം നമ്മൾ യൂസ് ചെയ്യണം. വീടൊക്കെ നോക്കിയിട്ട് ഇവിടുത്തെ സുബൈറാക്കാൻ്റെ വീടുണ്ട്, അങ്ങനെ അയാളോടൊക്കെ ചോദിക്കും, എനിക്കിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാനാണ്. അപ്പോൾ അയാൾ അങ്ങോട്ട് വന്നു പറയും. അങ്ങനെയാണ് അന്നൊക്കെ ചെയ്തിരുന്നത്. വീട് മുഴുവൻ കൊളാബറേഷൻ ആണല്ലോ എന്ന തരത്തിലുള്ള കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട് ശരിക്കും. എൻ്റെ പഴയ ജോലിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും നല്ലൊരു സുഖമല്ല പണി കിട്ടിയാണ്. കുറച്ച് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ എഴുതിക്കോട്ടെ. പക്ഷെ ഇക്ക ഈ പറഞ്ഞ പോലെ ഫാമിലിയൊന്നും കാണിക്കാറില്ല. ഇക്കതായിട്ട് കോണ്ടന്റ് വീഡിയോസ് ചെയ്യാം. നമ്മളെ കുട്ടികൾ വളർന്നു വരികയല്ലേ, അപ്പോൾ അവർക്ക് അവരെ അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോ പ്രൈവസി, അതുകൊണ്ടാണ്. സൗഹൃദത്തിന് എങ്ങനെയാ ശരിക്കും ഇക്ക കാണുന്നത്? എനിക്ക് പഴയ ബന്ധങ്ങളാണ് ഞാൻ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എൻ്റെ ഒപ്പം കളിച്ചു ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. മുനീർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അരിഗോഡൗണിൽ മുതൽ ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ്. അവിടുന്ന് മുതൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നതാണ്. അവിടെ മുനീർ മാത്രം ആയിരുന്നില്ല, പക്ഷെ വേറെ ആർക്കും വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. നാട്ടിലില്ല ആൾക്കാരുടെ ഇടയിൽ ഞാനൊരു ഇൻട്രോവേർട്ടാണ്. പക്ഷെ വീഡിയോയില് ക്യാമറ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാനിങ്ങനെ സംസാരിക്കും. ഇപ്പൊ കുടുംബക്കാരും അവരൊക്കെ ഇങ്ങനെ ഇന്ന ചെറുപ്പം മുതലേ കാണണേ. ഞാനിങ്ങനെ ഉമ്മാന്റെ കയ്യുമ്മ തൂങ്ങിക്കൊണ്ട് നടന്നിരുന്ന ഒരാളാണ്. അവർക്ക് ചിലപ്പോ സന്തോഷമായിട്ട് കുറച്ച് വർത്താനം പറയൊക്കെ വേണ്ടി വരും. ഇവനെ കൊണ്ടൊന്നും എന്തോ സങ്കടത്തിലാണ് അങ്ങനെയും തോന്നും. അല്ലെങ്കിൽ ഇവ എന്തോ ഒരു വിഷമത്തിലാണ്. അപ്പൊ അതിന്റെ ഒരു മുഖം അങ്ങനെയാണ്. അപ്പൊ വീഡിയോയില് ഞാന് കോമഡി ഒക്കെ കാണിക്കുന്നല്ലാതെ ജീവിതത്തില് അങ്ങനെ ഒരു കോമഡി ഇല്ല ആളല്ല. വൈഫിനോടൊക്കെ അവളുടെ കൂട്ടുകാർക്ക് അറിയ എന്റെ പേരില് പിന്നെ ഫുള്ള് വിറ്റാക്കാരല്ലേ. അപ്പൊ ശരിക്കും ഒന്ന് ഉണ്ടുകൂടി ചെയ്യൂലെന്ന് അറിയുള്ളൂ. ഇപ്പൊ ഞങ്ങള് ദുബായിലൊക്കെ പോയിട്ടേ ഞങ്ങള് ഫസ്റ്റ് ഒക്കെ പോയ സമയത്ത് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് റൂം, ഫ്രീ ആയിട്ട് ഫുഡൊക്കെ തന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ വിചാരം ഞാൻ ആളൊരു തെറ്റാണ്. കാരണം അവര് അത്രയും ഇതായിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യാൻ നിലനിർത്തണില്ല. എന്റെ വൈഫിനെ തന്നെ അംഗീകരിച്ചിട്ടില്ല എപ്പോഴും. നമ്മള് ഫോണിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അവരെ കണക്കില് ഫോണിൽ കളിക്കാണ്. അപ്പൊ ഈ കുട്ടി കരയണ നേരത്തെ നിങ്ങൾ ഫോണിൽ കളിച്ചിരിക്കാറുണ്ട്, കുട്ടീനെ മടിക്കാണ് തരുന്നത്. അപ്പൊ ഞാൻ പറയും ഇതിന്റെ ജോലിയാണ്, എനിക്ക് വേറെ ജോലി ഇല്ലല്ലോ. അല്ലെങ്കിൽ ഞാനിനി എഡിറ്റ് ചെയ്യാൻ വേറെ എവിടെയെങ്കിലും ഇനി ഓഫീസ് തുടങ്ങാം. അപ്പൊ അത് വേണ്ടെന്ന് പറയും. എന്നാ നിങ്ങൾ എഡിറ്റ് ചെയ്തോളെന്ന് അറിയും. എന്നിട്ട് പിന്നെയും ഞാനിങ്ങനെ വെറുതെ ഇരിക്കുകയാണെന്നുള്ളൊരു തോന്നല്. ഇപ്പൊ എന്റെ അപ്പനോട് തന്നെ എന്താണ് ഫാറൂഖിന് ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് രാവിലെ കാർ എടുത്ത് ഇങ്ങനെ പോണതാണ്. എന്താന്ന് ഓർക്ക് പറയാനും അറിയില്ല. കുറച്ച് പ്രായമായ ആളൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് അവരോട് യൂട്യൂബർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ അവരോട് അറിയും ഈ ഓരോരോ വീഡിയോകളുടെ ഒക്കെ പരസ്യം ചെയ്യണ പരിപാടിയാണ് എനിക്ക് അറിയാം. നാളെ ഒരു പ്രൊമോഷൻ ഉണ്ട്, അതിൽ കണ്ടന്റ് ആലോചിച്ച കാരണം. അപ്പൊ ഇന്നിപ്പോ രാവിലെ ഞാൻ ബെഞ്ചുമ പോയിരിക്കുന്നു. അവിടെ ഒഴിഞ്ഞു വന്നിരിക്കല്ലേ. ഇപ്പോഴും ഞാന് അങ്ങനെ ലേഡീസിന്റെ കൂടെ ഉള്ള കോമഡി വീഡിയോ ചെയ്യലില്ലല്ലോ. അവിടെ അപ്പുറത്ത് ഒരാളുണ്ടെന്ന് സങ്കല്പിച്ചിട്ട് വൈഫിന്റെ സൗണ്ട് കൊടുക്കും, അല്ലാതെ ഞാൻ ലേഡീസിന്റെ കൂടെ അഭിനയിക്കലില്ല. അത് ആഗ്രഹമില്ലാത്തതുകൊണ്ടാണോ? നമ്മുടെ കട്ടള തടിയല്ലല്ലോ, സ്റ്റീലല്ലേ. സ്റ്റീലോ? പെട്ര, കട്ടളയോട് കൂടിയ സ്റ്റീൽ ഡോസ്, തടിയേക്കാൾ മികച്ചത്. ഇനി തടി കണ്ടെത്താനും തച്ചനെ തിരയാനും മെനക്കെടണ്ട. ഈടും ഉറപ്പും ഭംഗിയുള്ള പെട്ര വീടിന് നൽകും തടിയെ വെല്ലുന്ന തലയെടുപ്പ്. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്, അഴകിലും ഉറപ്പിലും കാലാതീതം. ഇക്കാന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു ഈ പറഞ്ഞ വീട്. ഈ വീടിന്റെ പണിയൊക്കെ പൂർത്തിയായിട്ട് ആദ്യമായിട്ട് ഈ വീടിന്റെ അകത്തേക്ക് കയറുമ്പോൾ എന്തായിരുന്നു മനസ്സിന്റെ ആദ്യം വന്നൊരു ചിന്ത എന്തായിരുന്നു? ഇതിന് ഇന്നെക്കാട്ടിലും ആഗ്രഹിച്ചിരുന്നത് എൻ്റെ അമ്മയായിരുന്നു. പക്ഷെ ഇമ്മ ഇപ്പൊ ഇല്ല. തറയിടുന്ന സമയത്ത് ഇമ്മ ഉണ്ടായിരുന്നു. ഇമ്മക്ക് ക്യാൻസർ ആയിരുന്നു. അതില് എന്നിട്ട് ഇങ്ങനെ തറ ഇട്ടിട്ട് പിന്നെ കുറച്ച് കാലം അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരുന്നിരുന്നു. അപ്പൊ ആ സമയത്ത് ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിച്ചു. അല്ല, തറ ഇട്ട വീഡിയോ ഞാന് പോസ്റ്റ് ചെയ്തു, പിന്നെ ഒന്നും കാണാനുമില്ല. അപ്പൊ ഇങ്ങനെ എല്ലാരും മനോട് ചോദിച്ചു എന്തായി ഫാറൂഖിന്റെ പേരെന്തായി, അപ്പൊ ഇത് കേറ്റിട്ടുണ്ടെങ്കിൽ വേഗം കയറ്റാന്നൊക്കെ പറയും.
പക്ഷെ ഇത് എന്താ കൂടിയിരിക്കാനായപ്പത്തിന് ഇമ്മ പോയി. അപ്പൊ ഉമ്മേനെ മിസ് ചെയ്തിട്ടുണ്ടാവും ഉം, ഉം. വീട്ടിൽ വരുമ്പോ ആദ്യം തന്നെ. ഇതിൽ ശരിക്ക് ഫസ്റ്റ് നമ്മള് എന്താ ഖുർആനൊക്കെ എന്താ ആദ്യം വെക്കും. ഉം. അതൊക്കെ ശരിക്കും ഉമ്മയാണ് ചെയ്യേണ്ടത്. ഉം. എന്നിട്ട് ഇമ്മാന്റെ അമ്മ ഉണ്ട്, എന്നിട്ട് ഉമ്മാന്റെ അമ്മാനെ വിളിച്ചു കൊടുത്തിട്ടാണ് ആ ചടങ്ങൊക്കെ ചെയ്തത്. ഇപ്പം എപ്പോഴും നമ്മൾ ഇന്റർവ്യൂസിന് വരുവാണെങ്കിലും അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആവുന്ന സമയത്ത് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ നമുക്കൊരു നല്ല വീട് അല്ലെങ്കിൽ നല്ലൊരു പ്ലേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. പലപ്പോഴും അത് മിസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു ഷൂട്ട് ചെയ്യാനായാലും ഒരു സ്പേസ് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടല്ലോ. ഇപ്പം ഇവിടെ ഇരുന്നുകൊണ്ട് പണ്ടത്തെ ഒരു ഫറൂഖ് ഉണ്ടല്ലോ, ആ ആളോട് എന്താ പറയാനുള്ളത്? അല്ല, അന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാന് നാട്ടിലത്തെ ഓരോ ആൾക്കാരെ നല്ല വീടൊക്കെ നോക്കിയിട്ട്, ഇപ്പൊ ഇവിടുത്തെ സുബൈറാക്കാന്റെ വീടുണ്ട്, അങ്ങനെ അയാളോടൊക്കെ ചോദിക്കും, എന്താ എനിക്കിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാനാണ്, അപ്പൊ അയാള് അങ്ങോട്ട് വന്നു പറയും. അങ്ങനെയാണ് അന്നൊക്കെ ചെയ്തിരുന്നത്. ഇതിന്റെ മുന്നേ വന്ന ടീമിന്റെ ഒക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത്. അന്നത്തെ ഫാറൂഖിനോട് പറയാൻ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എവിടെയെങ്കിലൊക്കെ എത്താം. ഇങ്ങനെ ആളുകള് എന്താ ചിലപ്പോ ഈ കമന്റിലും ഇതിലൊന്നും പറയണൊന്നും നോക്കാതെ നല്ല കമന്റും വരും, ചീത്ത കമന്റും വരും. നമുക്ക് ഒരു ലക്ഷ്യം വേണം. ഇപ്പൊ ഈ ടിക്ടോക്ക് ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല. എനിക്കൊരു കലോത്സവത്തിനോ അങ്ങനെ ഒരു പരിപാടിക്കും പോയിട്ടില്ല, ഒരു പരിചയമല്ല, ഒരു സ്റ്റേജുമേ കയറിയിട്ടില്ല പരിചയമല്ല. അങ്ങനത്തെ ഒരാളാണ് ഞാന്. അപ്പൊ ഞങ്ങള് അരികോടുകളിൽ ഇങ്ങനെ ചെയ്യണ സമയത്ത് ഞാനും മുനീറും എന്താ വെറുതെ തമാശക്ക് ഇങ്ങനെ തുടങ്ങിയതാണ്. ഇപ്പൊ എല്ലാരും ഫേസ്ബുക്കിൽ അവനാന്റെ ഫോട്ടോ ഇടും, ചില ആൾക്കാർ വെറുതെ അങ്ങോട്ട് നടക്കുന്ന സ്ലോ മോഷൻ വീഡിയോ ഇടും. അതുപോലെ തുടങ്ങിയതാണ്. അല്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ ക്രിയേറ്റ് ചെയ്യാനൊക്കെ വയ്ക്കുന്നില്ല കാര്യം ഞങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു. അപ്പൊ നമ്മളെ മക്കളോടും നമ്മൾക്ക് ചെയ്യേണ്ട ശരിക്കും കാര്യം ഇതാണ്. ഏതൊരു മനുഷ്യന്മാർക്കും എന്തെങ്കിലും ഒരു കഴിവ് മുകളിലുള്ള ആള് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അത് നമ്മൾ കണ്ടുപിടിക്കണം. ഞങ്ങള് കണ്ടുപിടിക്കാതെ 10-30 കൊല്ലം പോയി. എന്റെ വിചാരം ഇനി ആര്യഗോഡൌണിലോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു കൂലിപ്പണിക്കാരനായിട്ട് നടക്കുന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ എനിക്ക് എന്താ നമുക്ക് ഒരു ചെറിയൊരു ഭാഗം തുറന്നു തരും. അത് നമ്മള് ആ സമയം നമ്മൾ യൂസ് ചെയ്യണം. ഇപ്പൊ എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ വൈറലാവാനാവൂല. ചില ആൾക്കാർക്ക് പഠിത്തത്തിൽ ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടാവും, ചില ആൾക്ക് സ്പോർട്സിൽ കഴിവ് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് കഴിവുള്ള ആൾക്കാര് എല്ലാ മനുഷ്യന്മാർക്കും എന്തേലും ഒരു കഴിവുണ്ടാവും. പക്ഷെ നമ്മളത് യൂസ് ചെയ്യാൻ പഠിക്കണം. അത് എവിടെ എന്താന്നുള്ളത് നമ്മൾ കണ്ടെത്തണം. ഇപ്പം വളരെ സക്സസ്ഫുൾ ആയി ഇപ്പൊ സാധാരണ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്കറിയുന്ന ജോലികളല്ലാതെ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ഞാനിപ്പോ ഈ എന്താ പെര കയറ്റിയ സ്ഥലത്ത് ആദ്യം റബ്ബർ ആയിരുന്നു. അപ്പൊ അതിന്റെ ബാക്കി റബ്ബർ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പൊ ഞാന് പുലർച്ചെ 3 മണിക്ക് വന്നിട്ട് റബ്ബർ വെട്ടാന് ടാപ്പ് ചെയ്യാനൊക്കെ വന്നിരുന്നു. ആദ്യം ഈ അരികോടനിൽ വരുന്നതിന്റെ മുമ്പ് ഞാന് ഓട്ടോറിക്ഷ ഓടിക്കുന്നു. അപ്പൊ ആ ഓട്ടോറിക്ഷ ഓടിക്കല് പകലാണല്ലോ. അപ്പോൾ 8 മണി മുതൽ ഓട്ടോറിക്ഷ ഓടിക്കും, പുലർച്ചെ 3 മണിക്ക് റബ്ബർ വെട്ടും. അപ്പോൾ ഇവിടുത്തെ അടുത്ത് ഒരു പുന്നശ്ശേരി ദാസേട്ടന് എന്നറിയും, അയാളാണ് എന്നെ റബ്ബർ വെട്ടാനൊക്കെ പഠിപ്പിച്ചത്. അയാൾക്ക് കുറച്ച് കേടെന്ന റബ്ബർ ഉണ്ട്, അതും ഇങ്ങനെ പഠിപ്പിച്ചു, പ്രാക്ടീസ് ചെയ്യാണ്. അത് അങ്ങനെ 1 മാസത്തോളം അയാളെ റബ്ബർക്ക് ഞാൻ പോയിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ പഠിച്ചപ്പോ കാരണം എന്താ പറയുക, ഇവിടുത്തെ റബ്ബറിനാണ് വില കുറയും ചെയ്തു. എന്റെ അപ്പ ഗൾഫിൽ പോയപ്പോ വാങ്ങിയ സ്ഥലമാണ് ഇത്, 1 ഏക്കർ സ്ഥലം. അപ്പൊ അവിടെ റബ്ബർ വെച്ചതാണ്. അപ്പൊ റബ്ബർ 7 കൊല്ലം ചുരുങ്ങിയതാവണം വെട്ടാനാവണമെങ്കിൽ. അപ്പൊ 7 കൊല്ലം കഴിഞ്ഞപ്പോത്തിന് റബ്ബറിന്റെ വില കുറഞ്ഞു. അതില് ഒരു കൂലിക്കൊക്കെ വെച്ചിട്ട് ഒരാളെ ചെയ്യാൻ പറ്റിയ ഒരു അവസ്ഥയിലായിരുന്നില്ല. അതിൽ ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ പഠിച്ചിട്ട് കുറച്ചു കാലം റബ്ബർ വെട്ടി. ഇപ്പൊ ഒരാൾക്ക് പാല് ആണ് കൊടുക്കുകയാണ്. അയാളെ വെട്ടിന്റെ പൈസ ഒക്കെ എടുത്തിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാപ്പാക്ക് കൊടുക്കും. അങ്ങനെ റബ്ബർ വെട്ടിയ സ്ഥലത്താണ് സ്വന്തമായിട്ടൊരു വീട് നമ്മൾ വെച്ചത്. ഇപ്പൊ വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം ഇക്കാന്റെ വീഡിയോസ് കാണുന്ന അല്ലെങ്കിൽ ആ ജേണി കാണുന്ന അല്ലെങ്കിൽ വീട് വെക്കണമെന്ന് സ്വപ്നം കാണുന്നവർക്കൊക്കെ ഒരു പ്രചോദനമാണ്. അപ്പൊ ഈ വീട് എന്നൊരു സ്വപ്നം കാണുന്ന ആളുകളോട് എന്തായിക്കൊക്കെ പറയാനുള്ളത്? നമുക്ക് ഒരു ലക്ഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്താം. ഇപ്പൊ ഞാന് അരികോടനിലായിരുന്ന സമയത്ത് ഒരു +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു, എൻ്റെ അടുത്തൊരു എണ്ണ ഉണ്ട്, അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ വെച്ചു. അത് കാരണം നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഇപ്പൊ താളി അങ്ങനെ എന്തൊക്കെയോ ഉപയോഗിച്ചിട്ടൊക്കെ അല്ലെങ്കിൽ ചെമ്പരത്തൊക്കെ അങ്ങനത്തെ എന്തേലും ആയിരിക്കും, എനിക്കറിയില്ല. അന്ന് പിന്നെ അത് നടന്നോ ഇല്ലെന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ സാധാരണ
ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഒരു കേരളത്തിലെ ആള് ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ മതി, അവർക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ കോടികൾ ഉണ്ടാക്കാം. കാരണം ചില പ്രൊഡക്റ്റിന് അവർ 500 അല്ലെങ്കിൽ 1000 രൂപയൊക്കെയാണ്. എത്ര ലക്ഷം ആൾക്കാരുണ്ട്. അപ്പൊ നമ്മള് എന്തേലും നമുക്ക് കഴിവില്ലെങ്കിലും ഇപ്പൊ എന്താ ആ കുട്ടി പറഞ്ഞത് അതിന്റെ വല്യമ്മ ഉണ്ടാക്കിയ ഒരു എണ്ണയാണ് എന്നാണ്. അപ്പൊ അതിനെ പ്രൊമോട്ട് ചെയ്യാന് ഇന്റെ അടുത്തേക്ക് വന്നത്. അപ്പൊ ഞാൻ ആലോചിച്ചു, +2 പഠിക്കുന്ന സമയത്ത് നമ്മള് വെറുതെ അങ്ങോട്ട് തേരാപ്പാര നടക്കാണ്. ആ സമയത്ത് ബിസിനസ് മൈൻഡുള്ള ആൾക്കാരുണ്ട്. ഇപ്പോ ആർക്കും സ്വന്തമായിട്ട് മീഡിയ ഉള്ള കാലാണ്. അപ്പോ നമ്മൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാൻ വയ്ക്കുന്നുണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ സ്വന്തമായിട്ട് അക്കൗണ്ട് തുടങ്ങാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റീച്ചിൽ ഒരാൾക്ക് എന്തെങ്കിലും ചെറിയ പൈസ കൊടുത്തിട്ട് അത് റീച്ച് ആക്കി എടുത്തു കഴിഞ്ഞാല് ചില ആൾക്കാർക്ക് കാലാകാലം യൂസ് ചെയ്യാം. ഇനിയിപ്പോ ആ ബിസിനസ് പൊളിഞ്ഞാലും അവർക്ക് വലിയ ചെലവില്ലാത്തൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് അതിന്റെ മുതലും കിട്ടിയിട്ട് അതിന്റെ പുറമെ അവർക്ക് ചിലപ്പോ ഒരു വീടൊക്കെ വെക്കാനുള്ള ഒരു സമ്പാദ്യം ഉണ്ടാക്കാൻ കഴിയും. കുറച്ച് നമുക്ക് നമ്മളെ ബ്രെയിൻ വർക്ക് ചെയ്യണം. അതെ, ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വളരെ നല്ലതും കൂടിയാണ്. ഇപ്പൊ നമ്മുടെ വീട് പണിയൊക്കെ കഴിഞ്ഞ സമയത്ത് ഏറ്റവും കൂടുതൽ കമന്റ്സ് വന്നത് വീട് മുഴുവൻ കൊളാബറേഷൻ ആണല്ലോ എന്ന തരത്തിലുള്ള കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ വിഷമം തോന്നിയിട്ടുണ്ടോ ശരിക്കും? അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അത് ഇപ്പൊ എന്റെ പഴയ ജോലിയൊക്കെ വെച്ച് നോക്കുമ്പോ ഇത്രയും നല്ലൊരു സുഖല്ല പണി കിട്ടിയാണ്. കുറച്ച് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ എഴുതിക്കോട്ടെ. അവർക്ക് പിന്നെ അതുമല്ല, അവരിങ്ങനെ ഡെയിലി ജോലിക്ക് പോകണു, അവർക്കൊന്നും ഉണ്ടാക്കാനും കഴിയണില്ല. നമ്മള് വലിയ ജോലിയൊന്നും ചെയ്യാതെ ഇങ്ങനെ പൈസ ഉണ്ടാക്കുമ്പോ അവർക്ക് ചില ആൾക്കാർക്ക് ദേഷ്യം വരും, ചില ആൾക്കാർക്ക് സന്തോഷം വരും. നീ അന്ന് അങ്ങനെ കുറെ ഹാർഡ് വർക്ക് ചെയ്ത ആളല്ലേ, രക്ഷപ്പെട്ടല്ലോ, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഞാനിത് എല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളത്, നമ്മള് വീഡിയോ ചെയ്യണ ആൾക്കാര് തൊഴിലാളിയും വ്യൂവേഴ്സ് മുതലാളിമാരുമാണ്. അപ്പോ മുതലാളിമാർക്ക് എന്ത് വേണേലും പറയാം, അല്ലെങ്കിൽ നമ്മൾ വീഡിയോ മോശമായി കഴിഞ്ഞാൽ എന്ത് ഒലക്കയിലെ വീഡിയോ ആണോ തന്റെ എന്ന് പറയാനുള്ള അവകാശമുണ്ട്. കാരണം അവര് വീഡിയോ കാണുന്നതിന് ചെറിയ ശതമാനം ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരികയാണ്. അപ്പൊ അവര് കമന്റ് ഇടട്ടെ. ഇപ്പൊ യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തില് യൂട്യൂബ് ആണോ ജോലി എന്ന് ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ അത്തരം ചോദ്യങ്ങൾ കേൾക്കാറുണ്ട്. എന്താ ജോലി? യൂട്യൂബ് എന്ന് പറയുമ്പോൾ യൂട്യൂബ് ആണോ ജോലി? അതൊരു ജോലിയായിട്ട് ആളുകൾ ഇപ്പോഴും കാണാത്ത സിറ്റുവേഷൻ വരാറുണ്ടോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് ഇപ്പൊ കൂടെ ചോദിച്ചിട്ടുണ്ടോ ആരെങ്കിലും? അങ്ങനൊക്കെ അതിപ്പോ എന്റെ വൈഫിനെ തന്നെ അംഗീകരിച്ചിട്ടില്ല എപ്പോഴും. കാരണം നമ്മള് ഫോണിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അവരെ കണക്കില് ഫോണിൽ കളിക്കാണ്. അപ്പൊ ഈ കുട്ടി കരയണ നേരത്തെ നിങ്ങൾ ഫോണിൽ കളിച്ചിരിക്കാറുണ്ട്, കുട്ടീനെ മടിക്കാണ് അപ്പൊ ഞാൻ പറയും ഇതിന്റെ ജോലിയാണ്, എനിക്ക് വേറെ ജോലി ഇല്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇനി എഡിറ്റ് ചെയ്യാൻ വേറെ എവിടെയെങ്കിലും ഇനി ഓഫീസ് തുടങ്ങാം. അപ്പൊ അത് വേണ്ടെന്ന് പറയും. എന്നാ നിങ്ങൾ എഡിറ്റ് ചെയ്തോളെന്ന് അറിയും. എന്നിട്ട് പിന്നെയും ഞാനിങ്ങനെ വെറുതെ ഇരിക്കാണെന്നുള്ളൊരു തോന്നല്, ഫോൺ നോക്കിയിരിക്കുന്ന സമയത്ത് ജോലിയായിട്ട് അക്സെപ്റ്റ് ചെയ്യില്ല. ചിലപ്പോ ഫോണിലാകാരം എഡിറ്റ് ചെയ്യാ. അപ്പൊ ആ സമയത്ത് അവരെ കണക്കില് അതൊക്കെ ഒരു കളിയാണ്. അല്ലെങ്കിൽ ഞാൻ അടുത്ത നാളൊരു പ്രൊമോഷൻ ഉണ്ട്, അതിലെ കണ്ടന്റ് ആലോചിച്ചേക്കാരം. അപ്പൊ ഇന്നിപ്പോ രാവിലെ ഞാൻ ബെഞ്ചുമ പോയിരിക്കുന്നു, ഇവിടെ ഒഴിഞ്ഞു വന്നിരിക്കല്ലേ. അപ്പൊ ആ പരിപാടിക്ക് അവിടെ ചെന്നിട്ട് പിന്നെ നമ്മൾ അന്തം വിട്ട് നിന്നിട്ട് കാര്യമല്ലല്ലോ. അപ്പൊ നമുക്ക് ഫുൾ ടൈം വർക്കാണ്, പക്ഷെ നമുക്ക് വീട്ടിലിരിക്കാം, നമ്മളൊക്കെ കുട്ടികളൊപ്പം ഇരിക്കുക. ചിലപ്പോ നമ്മള് എന്തേലും ഒരു വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോ ഒന്ന് കടന്നിക്കുമ്പോ കുട്ടികൾ വന്നിട്ട് മുതുകത്ത് കൂടി ചാടി കളിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാലും അതിന്റെ ഇടയ്ക്ക് കൂടെ നമ്മുടെ ജോലി നമ്മൾ നടത്തും. ഇവർക്ക് ഇപ്പൊ എന്റെ അപ്പനോട് തന്നെ എന്താണ് ഫാറൂഖിന് ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് രാവിലെ കാർ എടുത്ത് ഇങ്ങനെ പോണതാണ്. എന്താന്ന് ഓർക്ക് പറയാനും അറിയില്ല. ഇപ്പൊ നമ്മളോടും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്താ പറയല് വെച്ചിട്ടാ, ഈ പരസ്യമൊക്കെ ചെയ്യണ ഓരോരോ കടകളുടെ കുറച്ച് പ്രായമായ ആളൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് അവരോട് യൂട്യൂബർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ അവരോട് പറയും, ഈ ഓരോരോ പീടികളുടെ ഒക്കെ പരസ്യം ചെയ്യണ പരിപാടിയാണ് എനിക്ക് അറിയാം, അങ്ങനെയൊക്കെ പറയൂ. ഈ ഫാമിലി നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാ ശരിക്കും? കാരണം നമ്മളൊരു ഇതിന്റെ ഒരു ഭാഗമാവുന്ന സമയത്ത് ഒരു സപ്പോർട്ട് അവരിൽ നിന്ന് വേണമെങ്കിലും ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാ? ഫസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാല് നമ്മള് ഈ കോമാളിത്തരം കാട്ടിയിരുന്നു, നമുക്ക് എങ്ങനെയും വൈറലാവണം എന്നുള്ള ചിന്തല്ലേ. അപ്പോ വൈഫിനൊക്കെ ഭയങ്കര മടിയായിരുന്നു, വൈഫ് ഫുള്ള് എതിരായിരുന്നു, ഇങ്ങനെ അത് ചെയ്യണ്ട അങ്ങനെ എങ്ങനെ. പിന്നെ കുറെ ആൾക്കാര് വൈഫിനോട് ഇങ്ങനെ പറഞ്ഞ് മൂപ്പിക്കും ചെയ്യും, ഇവര് കുറെ പെണ്ണുങ്ങളെ ഉള്ളതല്ലേ, നമ്മളെ ഡൂറ്റി ഒക്കെ ചെയ്യും, ഓര് ഫേമസ് ആയി കഴിഞ്ഞാല് അനക്ക് ഓനെ നഷ്ടാവും എന്നൊക്കെ പറയും.
പേടിപ്പിക്കുന്നു. ഇപ്പോഴും ഞാന് അങ്ങനെ ലേഡീസിന്റെ കൂടെ ഉള്ള കോമഡി വീഡിയോ പറ്റില്ല. ചെയ്യലില്ലല്ലോ. അതെ. എന്താ അവിടെ അപ്പുറത്ത് ഒരാളുണ്ടെന്ന് സങ്കല്പിച്ചിട്ട് വൈഫിന്റെ സൗണ്ട് കൊടുക്കും. ആ അല്ലാതെ ഞാൻ ലേഡീസിന്റെ കൂടെ അഭിനയിക്കലില്ല. ഇല്ല, അത് ആഗ്രഹമില്ലാത്തോണ്ടാണോ? വെറുതെ എന്തിനാ, അല്ല നമുക്ക് അല്ലാതെ തന്നെ റീച്ച് ഉണ്ട്. അതെ. റീച്ച് ഉണ്ടെങ്കിൽ പിന്നെ വെറുതെ എന്തിനാ ഏതെങ്കിലും പെണ്ണുങ്ങളെ കൂടെ അഭിനയിക്കേണ്ട ആവശ്യം. അല്ല ഇപ്പൊ നമ്മള് ഇത്രയും മില്യൺ കണക്കിനുള്ള അബൂ സാലിം ഇല്ലേ, ആ. ഓൻ ഏതേലും പെണ്ണിന്റെ കൂടെ ഇല്ല അഭിനയിക്കാൻ ഇല്ല, ശരിയാ. അവരവർ ഫ്രണ്ട്സ് അവരില്ല. അതേപോലെ ഹാഷിർ ടീം, ശരിയാ. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ആ, നമ്മള് അത് നേരെ ചിലവര് ഇപ്പോഴും അത് മനസ്സിലാക്കിയിട്ടില്ല. അവരൊന്നും ഇപ്പോഴും ഇനി അഭിനയിക്കോ ഇല്ലെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇത്രയും കാലം അവർക്ക് ഏറ്റവും കൂടുതൽ ഈ യൂട്യൂബർമാരില് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് അബു സാലിമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊന്ന് തുടക്ക സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഒക്കെ ഉള്ളത് ആൾക്കായിരുന്നു. അല്ല ഇപ്പോഴും സിനിമാ നടന്മാർക്ക് ഉണ്ടാവും, അല്ലാതെ യൂട്യൂബർമാർക്ക് ഇൻസ്റ്റഗ്രാമില് 5 മില്യണില്ല ആൾക്കാർ വേറെ ആരെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല. അയാളാണെന്നാണ് എല്ലാരും പറയുന്നത്. ഇപ്പൊ വീഡിയോസ് ചെയ്യുന്നു, ഇപ്പം മാക്സിമം പുതിയ പുതിയ കോണ്ടന്റുകൾ നമ്മളായിട്ട് കൊണ്ടുവരണം. ഇപ്പൊ വേണമെങ്കിൽ ഇപ്പം മലപ്പുറത്തിന് ഏറ്റവും കൂടുതൽ യൂട്യൂബ് ഫാമിലീസ് ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. ആൻഡ് എവിടെ നിന്നൊക്കെയാണ് യൂട്യൂബ് ചാനൽ വരുന്നത് നമുക്ക് മനസ്സിലായി. അതിന് അത്രയധികം ഫോളോവേഴ്സ് ഉണ്ട്. മാക്സിമം ഫാമിലീസ് കോണ്ടന്റ് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നതും. ഇപ്പൊ ഷിക്ക ഈ പറഞ്ഞ പോലെ ഫാമിലിനൊന്നും കാണിക്കാറില്ല. ഇക്കേണ്ടതായിട്ടുള്ള രീതിയിൽ കോണ്ടന്റ് വീഡിയോസ് ചെയ്യുക. ഞാൻ ലേറ്റസ്റ്റ് വീഡിയോന്റെ കമന്റ് നോക്കിയപ്പോഴും ഫാമിലിനെ കൊണ്ടുവരായിരുന്നു, അല്ലെങ്കിൽ ഫാമിലിയെ കാണിക്കായിരുന്നു, ഇത്തരത്തിൽ കമന്റ്സ് ആണ് കൂടുതൽ വരിക. പക്ഷെ അന്നും ഇന്നും അതിലൊരു മാറ്റം വരുത്തിയിട്ടില്ല. ഈ ഒരു സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നത്. അത് എന്തുകൊണ്ടാ? ഒന്നാമത് അവർക്ക് അങ്ങനെ താല്പര്യമൊന്നുമില്ല. പിന്നെ വെറുതെ എന്തിനാ ആൾക്കാരെ കൊണ്ട് എളിപ്പിക്കണ. ഇപ്പൊ നമ്മളെ കുട്ടികൾ വളർന്നു വരികയല്ലേ, അപ്പൊ അവർക്ക് അവരെമ്മല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോ പ്രൈവസി. അതുകൊണ്ടാണ്. അപ്പൊ അവള് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ മോണാക്ടിലൊക്കെ ചെയ്തിരുന്ന അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അവൾക്ക് ഇപ്പോഴും ഈ ഡബ് ചെയ്യുമ്പോ ഒരു ഇപ്പൊ ചില ഡബിങ് ചിലപ്പോ അവിടെ ഡബിൾ മീനിങ് ഒക്കെ ആയിട്ടുള്ളതൊക്കെ വെച്ചെങ്കിൽ അവളെ കൊണ്ടാൻ ചെയ്യിപ്പിക്കൂല. അപ്പൊ ആർക്കേലും അല്ലെങ്കിൽ ബാവക്കൊക്കെ വിളിക്കും. അപ്പൊ ബാവ ആരെ കൊണ്ടേലൊക്കെ ഡബ് ചെയ്തിട്ട് വിട്ടുതരും. അപ്പൊ അങ്ങനത്തെ ഓരോ സംഭവങ്ങൾക്ക് മാത്രമേ ഞാൻ വേറെ ഏതെങ്കിലും ലേഡീന്റെ സൗണ്ടും ഇതൊക്കെ ഉപയോഗിക്കാറുള്ളൂ. ഇപ്പൊ പുറത്തിറങ്ങുന്ന സമയത്ത് ഫാൻസ് ഉണ്ടല്ലോ, ഓടി നിന്ന് സംസാരിക്കുക. ഫാമിലി ആയിട്ട് പോകുന്ന സമയത്ത് മക്കൾക്ക് ഇപ്പൊ ഉപ്പയാണ്, അപ്പൊ ഒരു സെലിബ്രിറ്റി ആയിട്ട് അവര് കാണില്ല. എങ്ങനെയാ പുറത്തു പോകുമ്പോഴുള്ളവര് അവരെങ്ങനെ ഇത് ശരിക്കും ഉപ്പയുടെ ജോലി, ഉപ്പ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ, അവർക്ക് അല്ല അവർക്ക് അറിയാം. ഇത് യൂട്യൂബിൽ ഇങ്ങനെ നമ്മളെ കാണുകയല്ലേ, അപ്പൊ അവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഈ മൂത്ത ആൾക്ക് എന്തായാലും മനസ്സിലായി. പിന്നെ രണ്ടാമത്തോന് ജനിച്ച മുതൽക്ക് ഞാൻ വീഡിയോ എടുക്കണു, ഇതേപോലെ കുറെ ആൾക്കാര് വരുന്നത്. അപ്പൊ അവർക്ക് ഏകദേശം മനസ്സിലാവുണ്ടാവും. അങ്ങനെ ഫോട്ടോ എടുക്കണൊക്കെ കാണുമ്പോ മനസ്സിലാവുണ്ടാവും. ഓക്കെ. ഇപ്പം മുനീർക്കായിട്ടുള്ള ഒരു കെമിസ്ട്രി അത് വീഡിയോസിൽ ഭയങ്കര രസമാണ്. നിങ്ങൾ രണ്ടുപേരില് എങ്ങനെയാണ് ഇക്കായിട്ടുള്ള ഒരു കെമിസ്ട്രി എങ്ങനെയാ ശരിക്കും? മുനീർ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ അരിഗോഡൗണിൽ മുതൽ ഞങ്ങളെ നാട്ടുകാരൻ തന്നെയാണ്. അവിടുന്ന് മുതലേ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നതാണ്. അവിടെ മുനീർ മാത്രം ആയിരുന്നില്ല, പക്ഷെ വേറെ ആർക്കും വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ വീഡിയോ ചെയ്യാനൊന്നും. അല്ലെങ്കിൽ ഇപ്പൊ അവിടുത്തെ മുഴുവൻ ആളും ഫേമസ് ആയിരുന്നു. ശരിയാ. അപ്പൊ അവിടെ ബാക്കിയുള്ളവര് അവിടെ ആ ജോലി തന്നെ ചെയ്യണത്. ഇത് ആരായിരുന്നു ആദ്യം ഐഡിയ പറഞ്ഞത്? ഇക്കയാണോ അത് മുനീറൊക്കെയാണോ? മുനീറിന്റെയിലാണ് ആദ്യം വീഡിയോ ഇട്ടിയത്. ഞാന് കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ അക്കൗണ്ട് തുടങ്ങിയത്. ശരിക്കും ഇപ്പൊ അവര് വിചാരിക്കുന്ന കൂടെ അങ്ങ് അഭിനയിക്കായിരുന്നു. അല്ല അവര് അഭിനയിക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ വരുമൊക്കെ ചെയ്യും. ചില സിറ്റുവേഷനിലൊക്കെ വിളിച്ചു കഴിഞ്ഞാലൊക്കെ അവര് കൂടെ അഭിനയിക്കും, അല്ലെങ്കിൽ ക്യാമറ പിടിച്ചു തരും. എല്ലാവർക്കും ഒന്നും അങ്ങനെ ഫേമസ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. നമ്മളൊക്കെ വിചാരം എല്ലാവർക്കും ഇങ്ങനെ അല്ലെങ്കിൽ നടനാവണം അങ്ങനെ ആഗ്രഹം, അല്ലെങ്കിൽ സെലിബ്രിറ്റി ആവണം എന്ന് ആഗ്രഹമില്ല കാരണം. അങ്ങനെ ആഗ്രഹം ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതെ, അവരുടെ ഒരു ലൈഫായിട്ട് ഹാപ്പി ആയിട്ട് അവർക്ക് അവരുടെ ഒരു സമാധാനത്തില് ആരും അവരെ അറിയാതെ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ശരിയാണ്. എനിക്ക് തന്നെ ഇങ്ങനെ ഞാൻ നാട്ടിലൊന്നും അങ്ങനെ എല്ലാവരും ഏറ്റവും കമ്പനി കൂടി നടക്കുന്ന ആളൊന്നല്ല. ഇപ്പൊ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോ അവരെന്നെ അന്തം വിടുന്നുണ്ടാവും. നാട്ടിലില്ല ആൾക്കാരുടെ ഇടയിൽ ഞാനൊരു ഇൻട്രോവേർട്ടാണ്. പക്ഷെ വീഡിയോയില് ക്യാമറ തുറന്നു കഴിഞ്ഞാല് മാത്രമേ ഞാനിങ്ങനെ സംസാരിക്കുള്ളൂ. ഞാൻ വന്നപാട് അത് ചോദിക്കുകയും ചെയ്തു. ആദ്യം കുറച്ച് സംസാരിക്കും, പിന്നെ വീഡിയോ ആകുമ്പോ ഇപ്പൊ കുടുംബക്കാരും അവരൊക്കെ ഇങ്ങനെ ഇന്ന ചെറുപ്പം മുതലേ കാണണേ. ഞാനിങ്ങനെ ഉമ്മാന്റെ കയ്യുമ്മ തൂങ്ങിക്കൊണ്ട് നടന്നിരുന്ന ഒരാളാണ്.
എന്താ ചെറുപ്പം. കാരണം ഇപ്പൊ ഒരു 10-14 കൊല്ലമായിട്ട് ഗൾഫിലായിരുന്നു. ആ. പിന്നെ 2 ഏട്ടത്തികളെ കെട്ടിച്ചു വിടുകയും ചെയ്തു. അപ്പൊ ഞാനും എൻ്റെ അമ്മയും ഒറ്റയ്ക്കായിരുന്നു ആ വീട്ടില്, ഉം. ആദ്യത്തെ വീട്ടില്. അതും പുതിയത് കയറ്റിയാണ്. ഞാനൊരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്, ഇപ്പൊ ഗൾഫിൽ ഉണ്ടായിരുന്ന സമയത്ത് കയറ്റിയതാണ്. ഉം. അവര് വീടും പിന്നെ ഈ ഒരു പറമ്പൊക്കെ ആ സമയത്ത് അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഉം. അപ്പൊ ആ സമയത്ത് ഞങ്ങള് ഒറ്റയ്ക്കായിരുന്നു ഒരു വീട്ടില്. അപ്പൊ അന്ന് എനിക്ക് അങ്ങനെ ആൾക്കാരോട് കൂടുതൽ സംസാരിക്കാനൊക്കെ മടി, ഉം. അങ്ങനെയൊക്കെ ആയിരുന്ന ആളാണ്. അപ്പൊ ആ ആൾക്കാരൊക്കെ പിന്നെ ഇങ്ങനെ കാണുമ്പോൾ ഈ ഫാറൂഖ് തന്നെ അല്ലേ ഈ ആളൊക്കെ ചെയ്യണത്, മാറിപ്പോയല്ലോ. അങ്ങനെ പറയും. പക്ഷെ അതേപോലെ ഞാനിപ്പോഴും എവിടെയെങ്കിലും ഒരു പരിപാടിയൊക്കെ പോയി കഴിഞ്ഞാല് ഞാന് ഇങ്ങനെ ഇരിക്കും, ഒന്ന് ഡൗൺ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ ആ ഒരു വിചാരം, അല്ലെങ്കിൽ ഇപ്പോ ഇതേപോലെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ ഇടയിൽ അവർക്ക് ചിലപ്പോ സന്തോഷമായിട്ട് കുറച്ച് വർത്താനം പറയൊക്കെ വേണ്ടി വരും. ആ. ഇനിയിപ്പോ ഇവനെ കൊണ്ടൊന്നും നടക്കൂല, ഇവനെന്തോ ആ, സങ്കടത്തിലാണ്, ജാടയാണോന്ന് ചിന്തിക്കും. അങ്ങനെയും തോന്നും. അല്ലെങ്കിൽ ഇവൻ എന്താ വേറെ എന്തോ ഒരു വിഷമത്തിലാണ്. വിഷമത്തിലിരിക്കുകയാണെന്ന് തോന്നും. അപ്പൊ എന്റെ ഒരു മുഖം അങ്ങനെയാണ്. ആ. അപ്പൊ വീഡിയോയില് ഞാന് കോമഡി ഒക്കെ കാണിക്കുന്നല്ലാതെ ആ. ജീവിതത്തില് അങ്ങനെ ഒരു കോമഡി ഇല്ല ആളല്ല. ഇപ്പൊ നേരിട്ടേ നിങ്ങളുടെ കോമഡി വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നേരിട്ട് കാണുന്ന സമയത്ത് ഇപ്പൊ 2 തമാശ പറയും, അങ്ങനെയൊക്കെ ചിന്തിച്ച് മിണ്ടുന്നവരുണ്ട്. അപ്പൊ ചിലപ്പോ അവര് ഭയങ്കര സർപ്രൈസ് ആയി. വൈഫിനോടൊക്കെ അവളെ കൂട്ടുകാരത്തി അറിയ എന്റെ പേരില് പിന്നെ ഫുള്ള് വിറ്റാകാരല്ലേ, തമാശയല്ലേ ചിരിയല്ലേ എന്നൊക്കെ. അപ്പൊ പറയാ ശരിക്കും ഒന്ന് ഉണ്ടും കൂടി ചെയ്യൂലെന്ന് അറിയാവുള്ളൂ. ഇതേപോലെ നേരിട്ട് ആരെങ്കിലും ഫാൻസ് തന്നെ സംസാരിക്കാൻ വന്നിട്ട് അങ്ങനെ എന്തെങ്കിലും മൊമെന്റ്സ് ഉണ്ടോ ശരിക്കും? അവര് സർപ്രൈസ് ആയി പോയിട്ടുള്ള എന്തെങ്കിലും? അവര് പറയും നേരിട്ട് കാണുമ്പോ ആ വീഡിയോയില് കാണുന്ന ആളല്ലല്ലേ, അങ്ങനെ പറയും. അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ചോദിക്കും, ആ. അല്ലെങ്കിൽ ഉറക്കത്തിൽ നീച്ചു വരികയാണോ എന്ന് ചോദിക്കും. ഓ. ആ അപ്പൊ എന്റെ ഒരു മുഖം എപ്പോഴും അങ്ങനെയാണ്. റെസ്റ്റിംഗ് ആ ഒരു ഫേസ് എന്ന് പറയണ പോലെ. ഓക്കെ. ഇപ്പം നമ്മളൊരു ഫെയിമിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഒരുപാട് പുതിയ ആളുകൾ നമ്മളെ തേടി വരും. അതിപ്പോൾ സൗഹൃദത്തിനാണെങ്കിലും പുതിയ പുതിയ ബന്ധങ്ങൾ നമുക്ക് വരും. പക്ഷെ പണ്ട് മുതലേ ഉള്ള സൗഹൃദങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. പുതിയ ബന്ധങ്ങളെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ വേണ്ടാന്ന് പറയുന്നവരുണ്ട്. സൗഹൃദത്തിന് എങ്ങനെയാ ശരിക്കും മിക്ക കാണുന്നത്? എനിക്ക് പഴയ ബന്ധങ്ങളാണ് ഞാൻ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകണത്. എൻ്റെ ഒപ്പം കളിച്ചു ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇപ്പോഴും എൻ്റെ കൂടെ ഉള്ളത്. ഇനിയിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് പോയി, അല്ലെങ്കിൽ ആ ഒരു ടൂറ് പോയി, അവിടുന്ന് ഇപ്പോൾ പ്രമോഷൻ്റെ ഭാഗമായിട്ടൊക്കെ കുറേ ടൂറൊക്കെ പോകും. അവിടുന്ന് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടും. പക്ഷെ അവിടുന്ന് പോന്നു കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു. പിന്നെ എനിക്ക് ഇങ്ങനെ ഫോണിലേക്ക് ഇങ്ങനെ ഏത് നേരം കോള് വരിക, മെസ്സേജ് വരിക, അതൊന്നും അങ്ങനെ ഇഷ്ടമല്ല, എന്നെ കൊണ്ട് നടക്കൂല. അപ്പൊ പണ്ട് ഞാൻ ജീവിച്ചിരുന്ന അങ്ങനെ അതേപോലെ തന്നെ ജീവിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷെ ഇങ്ങനെ പ്രൊമോഷന്റെ ഒക്കെ ഭാഗമായിട്ട് അതിന് വേറൊരു ഫോണ് ഞാൻ വാങ്ങിയിട്ട് അതിൽ വേറൊരു സിം ഇട്ടിക്കാണ്. അപ്പൊ ആ നമ്പർ ഞാൻ പ്രൊഫൈലിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് എനിക്ക് എന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടൂറിലോ അല്ലെങ്കിൽ ഞാനൊരു സിനിമക്കൊക്കെ പോകുമ്പോ ആ ഫോണ് കൊണ്ടുപോകില്ല. അങ്ങനെയാണ് ഞാൻ നടക്കുന്നത്. അപ്പൊ എനിക്ക് ഇങ്ങനെ കൂടുതൽ കോണ്ടാക്ട് ചെയ്യാൻ വെക്കലില്ല. അപ്പോ ഇപ്പൊ ഞങ്ങള് ദുബായിലൊക്കെ പോയിട്ടേ, ഞങ്ങള് ഫസ്റ്റ് ഒക്കെ പോയ സമയത്ത് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് റൂം, ഫ്രീ ആയിട്ട് ഫുഡൊക്കെ തന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ വിചാരം ഞാൻ ആളൊരു ചെറ്റയാണെന്നൊക്കെ. കാരണം അവര് അത്രയും ഇതായിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യാൻ നിലനിർത്തണില്ല. എനിക്ക് അവരോട് ദേഷ്യമായിട്ടല്ല. ഇപ്പൊ എന്നോട് ഇങ്ങോട്ട് ഒരാള് ഒരു വർഷത്തിന് ശേഷം വിളിക്കാണ്, ഫാറൂഖ് ഏജ് അവിടെയാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് കുടുങ്ങിക്കാന്ന് പറഞ്ഞാല് ഞാൻ ചെല്ലും. അല്ലാതെ ചോറ് കഴിച്ചോ ചായ കുടിച്ചോ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും സുഖാണോ ആ ഒരു പരിപാടി എനിക്ക് എന്താന്ന് അറിയില്ല. വിശേഷങ്ങള് ചോദിക്കുക ആവശ്യമില്ലാതെ, ഒരാവശ്യത്തിന് വിളിക്കുക. ഇപ്പൊ ഈ ജിയോ അങ്ങനെയൊക്കെ വന്നതിന് ശേഷമായിരിക്കും ആൾക്കാർ വെറുതെ വിളിക്കൽ തുടങ്ങിയത്. ആദ്യമൊക്കെ നമ്മള് ഫോണില് പൈസ കുറവായോണ്ട് ആവശ്യത്തിന് മാത്രമേ വിളിക്കുള്ളൂ. അപ്പൊ നമ്മള് ഒരു പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ വിശേഷം ചോദിക്കുമ്പോ അപ്പൊ നമുക്ക് എന്നാലും നമ്മൾ അവരെ വെറുപ്പിക്കൂലട്ടോ. ആ സുഖാണ്, ഇങ്ങനെ ഭക്ഷണം കഴിച്ചു അങ്ങനൊക്കെ പറയും. ഇതെന്നെ അടുത്ത ആളും ഇതേപോലെ ചെയ്യും. ചിലർക്ക് ഇങ്ങോട്ടൊന്നും പറയാനും വെക്കൂല. മനസ്സിലാക്കാം. ഇപ്പം ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടല്ലോ, അതും പണ്ടത്തെ ഒരിക്കലും ഈ 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താ? പണ്ടത്തെ ഫാറൂഖ് ഇപ്പോഴത്തെ ഫാറൂഖ് ഞാനിപ്പോഴും ആ പണ്ടത്തെ ലെവലിൽ തന്നെയാണ് പോണ്. പണ്ട് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് ചിലപ്പോ ഇമ്മാന്റെ പണ്ടൊക്കെ പണയം വെക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ അത് വീട്ടും, പണിയെടുത്ത് വീട്ടും, അങ്ങനെ റോളിംഗ് ഉള്ളൊരു സമയമായിരുന്നു. അല്ലെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കാൻ പോവാന്ന് വെച്ചെങ്കിൽ നമ്മൾ കറക്റ്റ് ഇന്ന സാധനം വാങ്ങുള്ളൂ. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇനിയിപ്പോ ഡ്രസ്സ് എടുക്കാൻ പോവാണെങ്കിൽ എന്തെടുക്കാൻ പോവാണെങ്കിലും നമുക്ക് ചെലവാക്കിയിട്ട് ലാസ്റ്റ് ബില്ലാണ് വരുമ്പോ ഗൂഗിൾ പേ ചെയ്യുക.
അങ്ങനെ ഒരു വ്യത്യാസം വന്നു. ഇനി ഹോസ്പിറ്റലിൽ പോയാലും നമുക്കൊന്നും പേടിക്കാനില്ല. എന്താ വാർഡൊക്കെ എടുത്തിന്ന് നമ്മള് കൊതുകടി ഇതൊക്കെ കൊണ്ട് അങ്ങനെയൊക്കെ അല്ലേ എടുത്തിന്ന്. ഇപ്പൊ നല്ല റൂമൊക്കെ എടുക്കാം. ഇപ്പൊ ഞങ്ങൾ ലാസ്റ്റ് എന്താ ഭാര്യയുടെ പ്രസവം അതേപോലെ പിന്നെ കുട്ടിക്ക് ഇങ്ങനെ ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നപ്പോഴൊക്കെ നല്ല അടിപൊളി റൂമൊക്കെ നല്ല AC റൂമൊക്കെ എടുത്തിട്ട് അന്ന് പറ്റാത്തതൊക്കെ ഇപ്പൊ മുതലാക്കുന്നുണ്ട് ഞാൻ. ലൈഫിൽ ഇനിയിപ്പോ എത്ര കാലം ഇത് ഉണ്ടാവും എന്ന് പറയാൻ പറ്റൂല. അപ്പൊ ചിലപ്പോ നാളെ അടുത്ത ആളൊക്കെ വരുമ്പോ നമ്മൾ ഇറങ്ങി കൊടുക്കേണ്ടി വരും. എന്നാലും ഞാൻ 8 വർഷമായിട്ട് ഞങ്ങള് പിടിച്ചു നിൽക്കുന്നുണ്ട്. ഞാന് മുനീറും എല്ലാരും പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പൊ അത് പോകണോടത്തോളം പോയിക്കോട്ടെ, എനിക്ക് നേടാനുള്ളതൊക്കെ ഞാൻ നേടി. ഇനി ഇത് തിരിച്ച് പടച്ചോനെ എടുക്കരുത് എന്നുള്ള ഒരു ആഗ്രഹമുള്ളൂ. എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ വീട് എനിക്ക് ഓൾറെഡി ഉണ്ട്. അത് വേണമെങ്കിൽ നേരാക്കിയാമായിരുന്നു. അപ്പോൾ പുതിയൊരു വീട് വെക്കാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വീട് വെച്ചു. ഒരു വീട്, വാഹനം, പിന്നെ നമുക്ക് നല്ല കുറെ യാത്രകൾ ചെയ്യണം. അതൊക്കെ നടക്കുന്നുണ്ട്. നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, അതൊക്കെ പിന്നെ നമുക്ക് ഡെയിലി ജോലിക്ക് പോയാലും നടക്കുമായിരുന്നു. ഒരു നമ്മൾ ആഗ്രഹിച്ച പോലെയുള്ള വീടും ഇതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്കൊരു ലോട്ടറി കിട്ടിയ മാതിരിയാണ്. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് പഴയ പണി എടുത്താലും എനിക്ക് കുഴപ്പമില്ല. നമ്മള് ഒരുപാട് പ്രവാസികളൊക്കെ 10-20 കൊല്ലമൊക്കെ അവിടെ പണിയെടുത്തിട്ടൊക്കെ അല്ലേ ഓരോ വീട് വെക്കുന്നത്. ഞാൻ പറഞ്ഞാൽ ഒരു 2-3 വർഷം കൊണ്ടാണ് വീട് വെച്ചത്. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോ എനിക്ക് ഇതുവരെ കിട്ടിയത് ലോട്ടറിയാണ്. ഇനിയിപ്പോ ഔട്ടായാലും എനിക്ക് പ്രശ്നമല്ല. ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു. ഭൂമിയിലുള്ള ആഗ്രഹങ്ങൾ സാധിച്ചു. ഇനി അസുഖങ്ങളൊന്നും വരാതെ ഇങ്ങനെ പോയാൽ മതി. ഇപ്പം എപ്പോഴെങ്കിലും ഞാൻ വന്ന് സംസാരിക്കുന്ന സമയത്ത് തന്നെ കുട്ടിക്കാലത്തെ കുറെ ഓർമ്മകൾ, ആഗ്രഹങ്ങളാണ് ഇപ്പൊ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പണത്തിനുള്ള ഒരു വാല്യൂ വളരെ ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കി വന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ടാണ് ചിലപ്പം ഈ കുറച്ച് ആഗ്രഹങ്ങളിൽ നിൽക്കുന്നത്. സോ ലൈഫിൽ എപ്പോഴെങ്കിലും പണത്തിന്റെ ഒരു വാല്യൂ മനസ്സിലാക്കിയൊരു നിമിഷം ഉണ്ടോ? അങ്ങനെ ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. അങ്ങനെ പറ്റണ ദാരിദ്ര്യം പിടിച്ച് നടന്നിട്ടൊന്നുമില്ല. കാരണം ഞങ്ങള് വാപ്പക്കായിട്ട് കൃഷിക്കാരാണ്. എപ്പോഴും നെല്ലുണ്ടാവും. ഇനി ഇറച്ചി മീനും അങ്ങനെ കൂട്ടുന്ന പരിപാടിയില്ല. അതിനൊക്കെ ഒരു കണക്കുണ്ടാവും. ഞങ്ങൾ തറവാട്ടില് വീടിന്റെ മുന്നേ ചെറുപ്പത്തിലൊക്കെ ഒരു തറവാട്ടിലായിരുന്നു. ഇപ്പാന്റെ ഏട്ടന്മാരും അനിയന്മാരും അങ്ങനെ വലിയൊരു ഫാമിലിയിലായിരുന്നു. അപ്പൊ അവിടെ ഒരു റൂമില് നിറച്ച് നെല്ലുണ്ടാവും. പിന്നെ അവിടേക്ക് പച്ചക്കറി സാധനങ്ങളൊക്കെ കുറെയൊക്കെ അവിടെ തന്നെ പയറ് അതൊക്കെ ഉണ്ടാക്കും. അങ്ങനെ നടന്നിരുന്നു. അല്ലാതെ അങ്ങനെ പറ്റണ ഗതിയില്ലാതെ നടന്നിട്ടില്ല. പിന്നെ ഇപ്പൊ ഗൾഫിലായിരുന്നു. അപ്പൊ അങ്ങനെ വലിയ ശമ്പളമൊന്നും ഇല്ലെങ്കിലും നമ്മളിങ്ങനെ ഗൾഫുകാരനാണെന്ന് പറയും ചെയ്യാ. ഒരു ഇതുണ്ടാവും. അന്ന് അതായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങളങ്ങനെ പട്ടിണി അടക്കേണ്ടി ഇതൊന്നും ആവശ്യമൊന്നും വന്നിട്ടില്ല. ചെറുപ്പത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം പിന്നീട് ഒരു യൂട്യൂബറായിട്ട് സാധിച്ചൊരാഗ്രഹം? ചെറുപ്പത്തിലെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ അന്ന് ഓരോന്ന് വണ്ടി വാങ്ങണം അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ തന്നെയാണ്. അതൊക്കെ പിന്നെ ഞാനല്ലേലും വണ്ടി വാങ്ങിയത് ഏകദേശം എന്റെ കല്യാണത്തിന്റെ സമയത്താണ്. സ്വന്തമായിട്ട് ഒരു ബൈക്ക് വാങ്ങണത് 25-ആം വയസ്സിലാണ്. അന്ന് ഈ യൂട്യൂബൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. അന്ന് അധ്വാനിച്ച് ഉണ്ടാക്കിയിട്ട് അന്ന് അങ്ങനെ വാങ്ങിയതാ. പിന്നെ കാറ് വാങ്ങലൊന്നും നടക്കും ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. കാറ് ഈ യൂട്യൂബ് വരുമാനം കൊണ്ട് തന്നെയാണ് കാറും വീടും. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഏത് ഫോണിലായിരുന്നു? അത് റീലൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഓപ്പോന്റെ ഫോൺ, ഓപ്പോ വിവോ ആയിട്ട് ഏതോ ഒന്നാണ് ആദ്യം വീഡിയോ എടുത്ത് തുടങ്ങിയത്. അന്ന് ഫ്രണ്ട് ക്യാമറയിലാണ് വീഡിയോ എടുത്തിരുന്നത്. കാരണം നമ്മൾക്ക് ചാരി വെച്ചിട്ടാണ് അന്ന് അധികം ടിക്ടോക്ക് ചെയ്യാ. ഒരാളെ കൊണ്ട് എടുപ്പിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. ചില സമയത്ത് മാത്രമേ ഇങ്ങനെ നടക്കുന്ന സീനൊക്കെ ഉണ്ടെങ്കിലുള്ളൂ ബാക്ക്ഗ്രൗണ്ട് ഒരാൾ വിളിക്കുള്ളൂ. എപ്പോഴാ അപ്ഗ്രേഡ് ചെയ്ത ഒരു പുതിയൊരു, നമ്മളിപ്പോ ഓരോ വീഡിയോ ചെയ്ത് ക്വാളിറ്റി ഒക്കെ നോക്കുമല്ലോ, എപ്പോഴൊരു നല്ലൊരു ഫോണൊക്കെ വാങ്ങി? പിന്നെ അവിടെ ഞങ്ങളൊരു റഷീദ് ഖാന്നറിയും, ഗൾഫില് ഞങ്ങളെ ഒരു ആരാധകൻ ഉണ്ടായിരുന്നു. അയാള് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഓരോ, അന്ന് 7+ ആണ്. 7+ കഴിഞ്ഞ് കുറെ ഇറങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഓരോ 7+ ആള് വാങ്ങി അരിഗോഡൗണിലാവുമ്പോ. പിന്നെ ഞങ്ങൾ അതിലെടുക്കല് തുടങ്ങി. അയാള് ഞങ്ങൾക്ക് ഒരുപാട് അങ്ങനെ ഹെൽപ്പുകളൊക്കെ ചെയ്തിരുന്നു അവിടെ ആയിരുന്ന സമയത്ത്. പിന്നെ ഞങ്ങള് ഇങ്ങനെ ഏകദേശം നന്നായി വന്ന പിന്നെ ഞങ്ങൾക്ക് കോളിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. ലൈഫിൽ അങ്ങനെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരൊന്നും പറഞ്ഞിട്ടില്ല. അത്തരം ആളുകളെ കോണ്ടാക്റ്റിലൊക്കെ ഉൾപ്പെടുത്താറുണ്ട്. മലപ്പുറം എന്ന് പറയുമ്പോ ഒരു പ്രത്യേക ഒരു സ്നേഹമുണ്ട്. അത് മലപ്പുറംകാർക്കും ഒരു സ്നേഹം ഉണ്ട്. മലപ്പുറത്തെ കുറിച്ച് പറയാൻ പറഞ്ഞ ഞാന് ശരിക്കും ഫാറൂഖ് പെരിന്തൽമണ്ണ എന്നല്ല ഇടണ്ട്. ഞാൻ ഫാറൂഖ് മലപ്പുറം ഇട്ടത് ആ മലപ്പുറംകാരെ മൊത്തം സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിടിച്ചിരിക്കണം എന്ന് കരുതിയിട്ട് എനിക്ക് വേറെ എല്ലാ ജില്ലയിൽ നിന്നും സപ്പോർട്ട് ഉണ്ട്. അതെ. ഞാൻ അന്ന് പ്രതീക്ഷിച്ചത് മലപ്പുറംകാരയിലും സപ്പോർട്ട് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് ആ പേരിട്ടതാണ്. ആ അപ്പൊ എല്ലാരും വിചാരം എൻ്റെ ഒരു മലപ്പുറം ടൗണിലാണ് എന്റെ വീട് എന്നാണ്. മലപ്പുറം ടൗണിലേക്ക് ശരിക്കും 22 കിലോമീറ്റർ പോണം ഇവിടുന്ന്. അപ്പൊ അങ്ങനെ ഇട്ടതാണ്. പക്ഷെ എനിക്ക് സപ്പോർട്ട് കേരളത്തിൽ നിന്ന് മൊത്തം കിട്ടി. ഈ മലപ്പുറംകാരെ കുറിച്ച് എന്താ പറയാനുള്ളത്? പിന്നെ മലപ്പുറംകാരെ പറഞ്ഞാല് അതിപ്പോ എല്ലാരും പറഞ്ഞിട്ട് ഇപ്പൊ ആൾക്കാർക്ക് ചൂടാവൽ നടത്തിക്കണം. ഈ സ്വയം പൊക്കാണെന്ന് പറയാം. നമ്മുടെ നാടിനെ കുറിച്ച് നമ്മൾ പറയണം. അത് മറ്റുള്ളവര് വന്നിട്ട് അനുഭവിക്കണം, അപ്പോഴുള്ളൂ അവർക്ക് അറിയാം. അല്ലാതെ നമ്മള് മലപ്പുറംകാര് അങ്ങനെയാണ് അടിപൊളിയാണ്. പിന്നെ എല്ലായിടത്തും ഉണ്ടാവും നല്ലവരും ചീത്തവരും, എല്ലാ ജില്ലയിലും ഉണ്ടാവും കേട്ടോ. ശരിയാ, ശരിയാ. മലപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇന്ന ഫുഡ് കഴിക്കണം, എക്സ്പ്ലോർ ചെയ്യണം, അങ്ങനെ തോന്നിയത് നമുക്ക്. ഇപ്പൊ ഞാൻ വേറൊരു സ്ഥലത്ത് വരും അല്ലേ, മലപ്പുറത്ത് ഇന്ന സ്ഥലത്ത് ഫുഡ് കഴിക്കണം അങ്ങനെ പറയുകയാണെങ്കിൽ ഏത് സ്ഥലം സജസ്റ്റ് ചെയ്യും? മലപ്പുറം എന്താ ടൗണിലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ ഡെലീഷ്യസ് ഉണ്ട് ഹോട്ടല്, അതേമാതിരി എയർലൈൻ ഉണ്ട്. അവിടെ എന്തൊക്കെ കഴിക്കണ്ടേ? അവിടെ എല്ലാ ഫുഡും ഉണ്ട്, ബിരിയാണി മുതല് എല്ലാ ഐറ്റംസും ഉള്ള കടകളാണ്. പിന്നെ ചെറിയ ചെറിയ കടകളൊക്കെ എന്താ പേര് മണ്ണാങ്ങാടിയിലും ഉണ്ട്. അങ്ങനെ ഒരുപാട് കടകളുണ്ട്. മലപ്പുറത്തൊക്കെ നല്ല ഫുഡ് കിട്ടും, എടുത്തു പറയാൻ പറ്റും. നല്ല എന്താ ബിരിയാണി കാര്യങ്ങളൊക്കെ നല്ല കിട്ടണമെങ്കിൽ മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട് പോണം. അപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ ലോങ് ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ഏകദേശം ഞങ്ങളാ ഒരു ഏരിയക്ക് എത്തിയാലേ ഉള്ളൂ ഫുഡ് കഴിക്കുക. ഒരുവിധം ഇനിയിപ്പോ 2 മണി 3 മണി വരെയൊക്കെ പിടിച്ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എങ്ങനെയും ഞങ്ങളെ ആ ജില്ലക്ക് എത്താൻ നോക്കൂ. ഇപ്പം നിങ്ങളുടെ വീഡിയോസ് കണ്ട് അല്ലെങ്കിൽ ഒരു സക്സസ് ജേർണി കണ്ടിട്ട് യൂട്യൂബിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന പുതിയ കുട്ടികളുണ്ട് ഒരുപാട് പേര്. അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികളൊക്കെ ജോബ് എന്ന രീതിയിൽ യൂട്യൂബും അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷനൊക്കെ തുടങ്ങിക്കഴിഞ്ഞു, അല്ലെങ്കിൽ പുതിയ ബിസിനസ് ഐഡിയാസ് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലേക്ക് യൂട്യൂബ് വേൾഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പുതിയ കുട്ടികളോട് എന്താ പറയാനുള്ളത്? ഇപ്പൊ ഇനി യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ യൂട്യൂബ് അത്രക്കൊന്നും നോക്കണില്ല. എനിക്ക് പ്രൊമോഷൻസ് ഒക്കെ ഇൻസ്റ്റഗ്രാമിലാണ്. ഇൻസ്റ്റഗ്രാം നേരിട്ട് തരുന്നില്ലെങ്കിലും എൻ്റെ വരുമാനം ഇൻസ്റ്റഗ്രാം വഴിയാണ്. അപ്പോൾ എന്താ നമ്മൾ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ സ്വയം ഉണ്ടാക്കുക. അപ്പോൾ ഒരാളെ വെച്ചിട്ട് ചില ആളുകൾ വിചാരം എന്താ ഞങ്ങളൊപ്പം കൂടിക്കഴിഞ്ഞാൽ അങ്ങനെ ചില ആൾക്കാർ വരും, നിങ്ങളൊപ്പം കൂടട്ടെ എന്നിട്ട് അങ്ങനെ ഫേമസ് ആവാന്നായ കാരണം. പക്ഷെ ചില ആൾക്കാരെ അഭിനയം ഇതും ഒന്നും ശരിയാവൂല. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ആവശ്യമില്ല, ഞങ്ങളിൽ തന്നെ 2-3 ആളുണ്ട്. പിന്നെ അത് കൂടാതെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ എന്താ അഭിനയിക്കാൻ താല്പര്യമുള്ളവരുണ്ട്. ചിലപ്പോ 5 ആളുണ്ടാവും. 5 ആള് എന്തായാലും കിട്ടണവരുണ്ട്. പിന്നെ അതിന്റെ പുറമെ ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ പുറത്തുനിന്നുള്ള ആൾക്കാർക്കൊക്കെ എങ്ങനെ ചാൻസ് കൊടുക്കുക? അപ്പൊ എന്താ ഇപ്പൊ ഞങ്ങളൊന്നും ആരും സഹായം ഉണ്ടായിരുന്നില്ലല്ലോ. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ ആളെ കിട്ടിയെന്നല്ലാതെ ഞങ്ങളതായ രീതിയിൽ ഇടങ്ങാറായിട്ട് കുറെ കോമാളിത്തരം കാട്ടും, കുറെ ചാടി മാറിയും, എന്താ ചാക്കുകൊണ്ട് അങ്ങോട്ട് ചാടിയിട്ടും ഇങ്ങോട്ട് ചാടിയിട്ടും കൗത്തുളുക്കിയിട്ടൊക്കെ നിന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ അന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹിന്ദിക്കാരെ വീഡിയോ കണ്ടിട്ടേ അപ്പൊ നമ്മള് ചാക്കുകൊണ്ട് തലയിലേറ്റിട്ട് ഓരോരോ ഐറ്റംസ് ചെയ്യും. അങ്ങനെയൊക്കെ കാട്ടി നോക്കിയ. പക്ഷെ അതൊന്നും അല്ല ഞങ്ങളെ റൂട്ട് എന്ന് ഞങ്ങൾ മനസ്സിലായി. മലപ്പുറം ഭാഷ പ്രൊമോട്ട് ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് സപ്പോർട്ട് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ മലപ്പുറം ഞാനും മുനീറും ഇട്ടത്, പേരിനോട് ചേർത്തത്. മലപ്പുറം ഭാഷക്ക് ഒരു ഫാൻ ബേസ് ഉണ്ട് ശരിക്കും. പണ്ടൊക്കെ പറഞ്ഞാല് ഗൾഫിലൊക്കെ പോയാല് മലപ്പുറം ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ഇങ്ങനെ കളിയാക്കിയിരുന്നു. ഇപ്പൊ അതൊരു ട്രെൻഡിങ് ആയിട്ട് വന്നു. അപ്പൊ സിനിമയിൽ തന്നെ എന്താ ഇപ്പോഴല്ലേ നല്ല കറക്റ്റ് മലപ്പുറം ഭാഷ വരുന്നത് ഇപ്പോഴാണ്. ഇപ്പൊ ഈ സുഡാനി, നൈജീരിയ അങ്ങനത്തെ ഒരുപാട് മലപ്പുറം ഭാഷയിലെ പടങ്ങൾ വന്നു. പണ്ടൊക്കെ പറഞ്ഞാല് ഈ കിളിച്ചുണ്ടൻ മാമ്പഴമൊക്കെ കണ്ടിട്ടില്ലേ? അതൊന്നും മലപ്പുറത്തോ കോഴിക്കോടോ എവിടെയില്ല അങ്ങനെ ഒരു ഭാഷ. അന്ന് ഓവറാക്കിയായിരുന്നു. അന്നത്തെ എന്താ ഈ മുസ്ലിം ഭാഷയൊക്കെ കുറച്ച് ഓവറാക്കിയിട്ടാ കാണിച്ചിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ കറക്റ്റ് കാണിക്കൽ തുടങ്ങി. അപ്പൊ ഇങ്ങനത്തെ ടിക്ടോക്കിലും വീഡിയോയിലൊക്കെ എന്താ ഞങ്ങളാണ് ഈ മലപ്പുറം ഭാഷ ശരിക്കും ഒറിജിനല് കൊണ്ടുവന്നത്. ഞങ്ങളിപ്പോ ഇനി മേക്കപ്പും കാര്യങ്ങളും ഫിൽറ്ററും ഒന്നും ഇടാതെ ഞങ്ങളാ ഇട്ടെടുത്ത തുണിമ തന്നെയാണ് ഞങ്ങള് കാണിച്ചത്. എല്ലാരും അവരെ മുഖം അടിപൊളിയാക്കാൻ നോക്കും, മുടിയൊക്കെ ഒന്ന് വാർന്ന് സെറ്റാക്കി അങ്ങനെയൊക്കെ അല്ലേ ചെയ്യാ. അങ്ങനൊന്നും ഞങ്ങള് ചെയ്യൂല. ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ അങ്ങനെ തന്നെ. ഇപ്പം സിനിമ എന്ന് പറഞ്ഞ സ്വപ്നം തുടക്കത്തിൽ ഉണ്ടായിട്ടുണ്ടോ അതോ
പിന്നീട് വീഡിയോ കോണ്ടന്റ് ചെയ്ത് പതിയെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അവസരങ്ങൾ വരുന്നുണ്ട്. എപ്പോഴും സിനിമ എന്നൊരു മോഹം തുടങ്ങിയത്? ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യല് തുടങ്ങിയതിന് ശേഷം തന്നെയാണ് എന്താ സിനിമയോട്ടുള്ള മോഹം തുടങ്ങിയത്. അങ്ങനെ ഇപ്പോ ഒമർ ലുലു സാറ് വിളിച്ചിട്ടുണ്ട്. അയാള് എന്താ ഹൗസ് വാമിങ്ങിന് വരാന്ന് പറഞ്ഞിരുന്നു. അന്ന് ഹർത്താലായിട്ട് വരാൻ പറ്റിയില്ല. അപ്പൊ അയാള് എന്താ പെരിന്തൽമണ്ണക്ക് വരുന്നുണ്ട് ഇപ്പൊ അടുത്ത്. അപ്പൊ ഞങ്ങളെ ടീമിന് 3 ആളെയും കാണണം എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഒരു എന്താ സിനിമന്റെ ഡബിങ് കഴിഞ്ഞിട്ടില്ല, ഷൂട്ടൊക്കെ കഴിഞ്ഞ്. അതില് ഞങ്ങക്ക് 3 ആൾക്കും ത്രൂ ഔട്ട് ക്യാരക്ടറാണ്, ഫുൾ ടൈം ഉണ്ട്. അപ്പൊ അതിന്റെ ഡബിങ് കഴിഞ്ഞാല് അത് വാഹിദ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറാണ്. അതിന്റെ ഡയറക്ടർ വാഹിദും പിന്നെ ഒരു ഷംസു, 2 ആൾ കൂടിയിട്ടാണ് ഡയറക്ട് ചെയ്തത്. മലപ്പുറം സ്ലാങ് ഒക്കെ സംസാരിക്കുന്ന അതുപോലത്തെ ഒരു ക്യാരക്ടറാണ്. അതൊരു കോഴിക്കോട് ആണ് ഷൂട്ട് ചെയ്തിരുന്നത്, മടവൂര് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഷൂട്ട് ചെയ്തിട്ട്. ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. അത്യാവശ്യം എന്താ ആർട്ടിസ്റ്റ് ഒക്കെ ഉള്ള പടം തന്നെ. പിന്നെ സാഹസത്തില് ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സജീവമായിട്ട് തന്നെ സിനിമയിലുണ്ട്. ഇപ്പം ഇത്രയും വർഷത്തിന്റെ ഒരു യാത്രയില് ഫറൂഖ് ലൈഫിൽ പഠിച്ചൊരു കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭൂമിയിൽ ജീവിക്കാൻ എന്താ ആദ്യം വേണ്ടത് ആരോഗ്യം, പിന്നെ വേണ്ടത് പണം. പണം ഉണ്ടെങ്കിലേ നമ്മള് എന്താ ഭൂമിയിൽ വിലയുള്ളൂ. നമ്മള് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോ ഒരു ഹോസ്പിറ്റൽ കേസ് ആയാലും നമുക്ക് ചില ആൾക്കാരെ ജീവന് തന്നെ നമ്മൾ പണം കൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിയും. നമുക്കൊരു വില ഉണ്ടാവുള്ളൂ. പണമാണ് മെയിൻ. ആദ്യം ആരോഗ്യം, രണ്ടാമത് പണം. ട്രൂ, ശരിയാണ്. അപ്പം ഇനിയും വീഡിയോസ് ചെയ്യുക, ആൻഡ് ഇനിയും ആഗ്രഹങ്ങൾ ഉണ്ടാവും, അതൊക്കെ പൂർത്തീകരിക്കട്ടെ. സിനിമയിൽ നല്ല നല്ല വേഷങ്ങൾ ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പം ഇനിയും നമുക്ക് കാണണം, ഇനിയും ഇന്റർവ്യൂസിലൂടെ കാണണം. അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. നമ്മുടെ കട്ടള തടിയല്ലല്ലോ, സ്റ്റീലല്ലേ? സ്റ്റീലോ? പെട്ര, കട്ടളയോട് കൂടിയ സ്റ്റീൽ ഡോസ്, തടിയേക്കാൾ മികച്ചത്. ഇനി തടി കണ്ടെത്താനും തച്ചനെ തിരയാനും മെനക്കെടണ്ട. ഈടും ഉറപ്പും ഭംഗിയുള്ള പെട്ര വീടിന് നൽകും തടിയെ വെല്ലുന്ന തലയെടുപ്പ്. Petra, India's premium steel doors. അഴകിലും ഉറപ്പിലും കാലാതീതം.